ആ പറ. സാറിനോട് ഞങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അതല്ലേ പറയാൻ പറഞ്ഞേ. നന്ദന ഇവിടെ ജോലിക്കെടുത്തത് സാറല്ലേ? അതെന്തിനാ നീ അന്വേഷിക്കുന്നേ? സാറിന്റെ കയ്യിൽ അവന്റെ അഡ്രസ് ഉണ്ടാവില്ലേ? അതൊന്ന് വേണമായിരുന്നു. നിങ്ങൾക്ക് എന്തിനാ ഇപ്പൊ അവന്റെ അഡ്രസ്? അവന്റെ കല്യാണമല്ലേ സാറേ? അവൻ വിളിച്ചില്ലെങ്കിലും കൂടെ ജോലി ചെയ്യുന്നവരെന്ന നിലയ്ക്ക് പോവേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? നല്ലൊരു സദ്യ കഴിക്കുകയും ചെയ്യാലോ. മോഹനൊന്നും മിണ്ടാതിരിക്കുക. സർ, നന്ദൻ ആരാണെന്ന് സാറിന് അറിയില്ല. അവൻ ഇവിടെ ജോലി കൊടുത്തതുകൊണ്ട് സാറിന് വലിയ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അവന് ജോലി കൊടുത്തോണ്ട് എനിക്ക് പ്രശ്നം വരും? അതെ. അവന്റെ അഡ്രസ് തന്ന് അവന്റെ വീട്ടിൽ പോയി എനിക്ക് നേരെ വരുന്ന പ്രശ്നം നിങ്ങൾ തടുക്കുമെന്നാണോ പറഞ്ഞു വരുന്നത്? എനിക്ക് പ്രശ്നം വരാണെങ്കിലേ അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഒരുത്തന്റെ ഹെൽപ്പ് എനിക്ക് ആവശ്യമില്ല. സാറിന് പ്രശ്നം വന്നാ സാറിന് കൈകാര്യം ചെയ്യാൻ കഴിയേക്കും. പക്ഷേ അവൻ കാരണം ഇവിടെ ആരൊക്കെയോ പ്രശ്നത്തില. അതൊന്നും കൈകാര്യം ചെയ്യാൻ സാറിന് കഴിയില്ല. എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല, പക്ഷെ നിനക്ക് കഴിയുമെന്ന് അല്ലേ? എന്ന് വെച്ചാ നീ എന്നെക്കാളും മിടുക്കനാണ്. നീ അത്ര മിടുക്കനാണെങ്കിലേ അവന്റെ അഡ്രസ് നീ എന്നെ കണ്ടുപിടിക്കും. സർ, ഇത് ഈഗോ കാണിക്കേണ്ട സമയമല്ല. ഇവിടെയുള്ള ഏതൊരു പെൺകുട്ടി അവന്റെ ട്രാപ്പില്. അവൻ കാരണം ആത്മഹത്യ ചെയ്തൊരു പെൺകുട്ടിയുടെ അച്ഛൻ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞതാ. ഈ സമയത്ത് സാർ ഈഗോ കാണിച്ചാൽ ഇവിടെയുള്ള ഏതൊരു പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു പോകും. ദയവ് ചെയ്ത് അവന്റെ അഡ്രസ് ഒന്ന് തരണം. അഡ്രസ് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ നിന്റെ പുതിയ അടവായിരിക്കും ഇത് അല്ലേ? ഇതുപോലത്തെ അടവൊക്കെ കരുണാകരൻ കുറെ കണ്ടതാ മോനെ. സമയം മെനക്കെടുത്താതെ പോവാൻ നോക്ക്. സാറേ, സാറിന്റെ മുന്നിൽ അടവ് കാണിക്കുന്നത് ഞങ്ങളല്ല, നന്ദന. സാറിനത് മനസ്സിലായിട്ടില്ല. അവൻ കാരണം ഇവിടെയുള്ള ഏതെങ്കിലും പെൺകുട്ടിക്ക് കുഴപ്പം സംഭവിച്ചാൽ സാറ് സമാധാനം പറയേണ്ടി വരും. പറയേണ്ടി വരുമെന്നല്ല, സാറിനെ കൊണ്ട് ഞങ്ങൾ സമാധാനം പറയിപ്പിക്കും. പടാ.